Django Malayalam tutorial chapter 2-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് Django ഇൻസ്റ്റാളേഷൻ ആണ്. Django നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് ആദ്യമായി Python ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം ഒരു കോഡ് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ കോഡ് എഴുതുന്നതിന് വേണ്ടി നമ്മൾ VS കോഡ് അല്ലെങ്കിൽ PyCharm നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് VS കോഡ് ആണ്. പിന്നെ നമുക്കൊരു വിർച്വൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് Django ഇൻസ്റ്റാൾ ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ 4 കാര്യങ്ങളും എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി Python ഇൻസ്റ്റാൾ ചെയ്യാം. Python ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിൽ വന്ന ശേഷം Python എന്ന് സെർച്ച് ചെയ്യുക. നമ്മുടെ സെർച്ച് റിസൾട്ടിൽ നമ്മൾ python.org എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് റിസൾട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് Pythonൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഇതിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ടാബിൽ വരിക. ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ടാബിൽ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് Python എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് Python ഫയൽ ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് വളരെ ഈസിയായി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അത് കാണിക്കുന്നില്ല. പിന്നെ വരുന്നത് VS കോഡാണ്. നമ്മൾ VS കോഡ് എന്ന് സെർച്ച് ചെയ്യുക. ഇതെല്ലാം വളരെ ഈസിയായി ചെയ്യാവുന്ന കാര്യമാണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. വളരെ ഈസിയായി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിൽ നമ്മൾ code.visualstudio.com എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് PyCharm ഉപയോഗിക്കാം. നമ്മൾ ഈ ട്യൂട്ടോറിയൽ ഉപയോഗിക്കുന്നത് VS കോഡാണ്. നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. VS കോഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡൗൺലോഡ് ഫോർ വിൻഡോസ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനനുസരിച്ചിട്ടുള്ള ഒരു ബട്ടൺ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഫയലും ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ ഈസിയായി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ VS കോഡ് ഓപ്പൺ ചെയ്യാം. നമ്മളിവിടെ വരിക, VS കോഡ് സെർച്ച് ചെയ്യുക, ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യുക. ന്യൂ വിൻഡോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒരു VS കോഡ് വിൻഡോ ഓപ്പൺ ആയി വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ പ്രൊജക്റ്റ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫോൾഡർ. നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ Django കോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ശേഷം ആ ഫോൾഡർ ഞാൻ ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് നമ്മുടെ VS കോഡിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VS കോഡിൻ്റെ ഈ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഭാഗത്ത് ആ ഒരു ഫോൾഡർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ Django കോഴ്സ് എന്ന് പറയുന്ന ആ ഫോൾഡർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ടെർമിനലിൽ പോവുക. ടെർമിനലിൽ പോയി കഴിഞ്ഞതിന് ശേഷം ന്യൂ ടെർമിനൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ടെർമിനൽ ഓപ്പൺ ചെയ്ത ശേഷം നമുക്കതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഭാഗത്ത് വരിക, എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് വരിക. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എക്സ്റ്റൻഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമുക്ക് Python എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ. ഞാൻ Python എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് Python എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്നൊരു ബട്ടൺ കാണാൻ സാധിക്കും. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നിങ്ങൾക്കിവിടെ വായിച്ചാൽ മനസ്സിലാവും. കോഡ് നാവിഗേഷൻ, കോഡ് ഫോർമാറ്റിംഗ് തുടങ്ങിയവയെല്ലാം നമുക്ക് കോഡ് സജഷൻ. നമ്മൾ എന്തെങ്കിലും സിൻടാക്സ് എഴുതുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി നമുക്ക് സജഷൻ തരുന്നതായിരിക്കും. നമുക്ക് കോഡ് എഴുതുമ്പോൾ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, ഈ Python എക്സ്റ്റൻഷൻ. നമ്മൾ Python പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും Python എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ നമുക്ക് Django എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. Django എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഞാൻ ഇതിൽ ഇൻസ്റ്റാൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ 2 എക്സ്റ്റൻഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. നമ്മുടെ കോഡിങ്ങിനെ സഹായിക്കുന്നതിന് വേണ്ടി 2 എക്സ്റ്റൻഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ശേഷം വീണ്ടും ഞാൻ ടെർമിനലിൽ തന്നെ വരുന്നു. തൽക്കാലം ഇതിവിടെ ക്ലോസ് ചെയ്യാം. ടെർമിനലിൽ തന്നെ വന്ന ശേഷം ഞാൻ ആദ്യമായി ഒരു വിർച്വൽ എൻവയോൺമെൻറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പായ വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഏതൊരു Python പ്രോജക്റ്റ് ചെയ്യുമ്പോഴും ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട മോഡ്യൂൾസും കാര്യങ്ങളെല്ലാം ആ ഒരു നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ തന്നെ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ Python പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ Python -MVENV എന്ന് കൊടുക്കുക. അതിനുശേഷം സ്പേസ് കൊടുത്ത ശേഷം നമ്മുടെ വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് കൊടുക്കുക. ഞാനിവിടെ DJVENV എന്ന് കൊടുക്കുന്നു. DJVENV എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോൾഡറിനുള്ളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം DJVENV എന്ന് പറയുന്ന ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇതിനുള്ളിലായിരിക്കും നമ്മൾ ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്ന Djangoയും അതുപോലെ നമ്മൾ വേറെ എന്തെങ്കിലും മോഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റിനുള്ളിലായിരിക്കും സേവ് ആവുന്നത്. ഇതിനുശേഷം ഒരിക്കൽ നമ്മൾ വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കത് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് കൊടുക്കുക DJVENV.
ഒരു \/ കൊടുക്കുക. അതിനുശേഷം സ്ക്രിപ്റ്റ്സ് എന്ന് കൊടുക്കുക. സ്ക്രിപ്റ്റ്സ് വീണ്ടും ഒരു \/ അതിനുശേഷം ആക്ടിവേറ്റ് എന്ന് കൊടുക്കുക. ആക്ടിവേറ്റ്. സോ എൻ്റർ ചെയ്യുക. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിർച്വൽ എൻവയോൺമെൻറ്റ് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ ബ്രാക്കറ്റിൽ DJVENV അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിർച്വൽ എൻവയോൺമെൻറ്റിൻ്റെ പേര് കാണാൻ സാധിക്കും. സോ ഞാൻ ജസ്റ്റ് നമ്മുടെ ടെർമിനൽ ക്ലിയർ ചെയ്യുന്നു. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പായ ജാങ്കോ ഇൻസ്റ്റാളേഷനാണ്. സോ അത് നമ്മൾ ചെയ്യേണ്ടത് pip install ജാങ്കോ സോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഈ ഒരു ഫോൾഡറിൽ ഈ ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന DJVENV എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് നമ്മുടെ ജാങ്കോ മോഡ്യൂൾ ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും. സോ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ നമുക്കിതുപോലെ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിവിടെ DJVENV എന്ന് പറയുന്ന ഈ വിർച്വൽ എൻവയോൺമെൻറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ലിബ് എന്ന് പറയുന്ന ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ജാങ്കോ എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂളെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമ്മളതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെക്കുക. ശേഷം ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാളേഷൻ പാർട്ടെല്ലാം ക്ലിയർ ആയി. സോ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് പൈത്തോൺ ആണ്. പൈത്തോൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, കോഡ് എഡിറ്റർ ഇൻസ്റ്റാൾ ചെയ്തു, വിർച്വൽ എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്തു. സോ ഇതോടെ നമ്മുടെ ചാപ്റ്റർ 2 ആയ ജാങ്കോ ഇൻസ്റ്റാളേഷൻ പാർട്ട് ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു.